Section 1.1 Properties of functions that are continuous on a bounded closed interval. Okay. അപ്പോൾ നമ്മൾ എന്താ അടുത്ത സെക്ഷൻ മുതൽ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുകയാണ്. ആ ഫങ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. എവിടെ? ബൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷൻ്റെ ബൗണ്ടഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽസിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഒരു 6 തിയറം ഉണ്ട്. ആ 6 തിയറം എന്ന് പറയുന്നതുമാണ് ഓരോ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 6 തിയറത്തിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇപ്പോൾ ഫസ്റ്റത്തെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. ഫസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു തിയർ ആയിട്ടാണ് നമ്മളോട് ഇവിടെ ഫസ്റ്റത്തെ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുള്ളത്. സോ തിയറം 1 എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. തിയറം 1 ബൗണ്ടഡ്നെസ് തിയറം. ഒരു തിയറം 1ന് നമുക്കൊരു പേരുണ്ട്. എന്താണ് തിയറം? ഇതിൻ്റെ പേര് ബൗണ്ടഡ്നെസ് തിയറം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താ തിയറം പറയുന്നത്? ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എ ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവൽ ആൻഡ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ ദെൻ എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ബൗണ്ടഡ്നെസ് തിയറം എന്ന് പറയുന്നത്? നമുക്കൊരു ഇൻ്റർവൽ ഉണ്ട്. ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർവൽ. ഈ ഒരു ഇൻ്റർവൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എവിടുന്ന്? ഐയിൽ നിന്ന് ആറിലോട്ട്. ഐയിൽ നിന്ന് ആറിലോട്ട്. ഇനിയിപ്പോൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റിന് തന്നിട്ട് ഇവിടെ ഐക്ക് പകരം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ എന്ന് ചോദിച്ചാലും സ്റ്റേറ്റ്മെൻറ്റ് മാറ്റില്ല. ഇത് തന്നെയാണ്. ബി ടു ആർ ഈസ് കണ്ടിന്യൂസ് ഓൺ ഐ. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഓൺ ഐ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൗണ്ടഡ് ഓൺ ഐ ആയിരിക്കും. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതേ തിയറം തന്നെയാണ് ചില സമയത്ത് നിങ്ങളോട് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബൗണ്ടഡ്നെസ് തിയറം എന്നായിരിക്കാം ക്വസ്റ്റ്യൻസ് വരാം. ഇനി ചില സമയത്ത് അതായത് ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ചെന്നിട്ട് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തരാം. ആ സമയത്ത് ഇങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരാം. അല്ലാതെ ഇങ്ങനെ നമ്മളോടും ചോദിക്കാം. F be a continuous real valued function defined in a closed interval a b then f is bounded on I. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു തിയറം തന്നെയാണ് പ്രൂവ് ചെയ്ത് വെക്കേണ്ടത്. ഇനി നമ്മൾ തിയറത്തിൻ്റെ പ്രൂഫ് എന്താ പറയുന്നത് നോക്കാം. ഇപ്പോൾ തിയറത്തിൻ്റെ പ്രൂഫ് തുടങ്ങുകയാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതണം അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ലെറ്റ് എഫ് ബി കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ഇത് എന്താ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ടാവാം. നമ്മളിവിടെ എഴുതിയിട്ടില്ലേ ലെറ്റ് ഐ ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എ ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവൽ എന്നും ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മളിവിടെ വേർഡ്സിൽ എഴുതിയിരിക്കുകയാണ്. എന്താ എഴുതിയിട്ടുള്ളത്? Let f be continuous real valued function defined on a closed bound interval a b എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണിക്കേണ്ടത്? എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് ബൗണ്ടഡ് എന്നാണ് നമുക്ക് എന്ത് ചെയ്തേണ്ടത്? ഷോ ചെയ്ത് കാണിക്കേണ്ടത്. എവിടെ? എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ഐ എന്നാണ് നമ്മളോട് ഷോ ചെയ്ത് കാണിക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യുക. ഇഫ് പോസിബിൾ എഫ് ബൗണ്ടഡ് അല്ല എന്ന് നമ്മൾ പറയാം. നമുക്ക് കാണിക്കേണ്ടത് എഫ് എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ എഫ് ബൗണ്ടഡ് ഓൺ ഐ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം നമ്മൾ എടുക്കുകയാണ് എഫ് ബൗണ്ട് അങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ്, പക്ഷേ എഫ് എന്തല്ല? ബൗണ്ടഡ് അല്ല എന്നെടുക്കാം. അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷൻ വരും. അപ്പോൾ കോൺട്രഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അതായത് എഫ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അതുകൊണ്ട് എഫ് എന്തേ ആയേ പറ്റൂ? എഫ് ബൗണ്ടഡ് ആയേ പറ്റൂ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ പ്രൂഫ് തുടങ്ങുകയാണ്. ഇഫ് പോസിബിൾ ലെറ്റ് നമ്മൾ പോസിബിൾ ആണെങ്കിൽ നമ്മളോട് സപ്പോസ് ചെയ്യാണ് എഫ് നോട്ട് ബൗണ്ടഡ് ഓൺ ഐ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് നോട്ട് ബൗണ്ടഡ് ഓൺ ഐ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ നോട്ട് ബൗണ്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ഡെഫിനിഷൻ സ്റ്റാർട്ടിങ്ങിൽ ഡെഫിനിഷൻ പഠിച്ചൊരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. ദർ ഫോർ എനി റിയൽ നമ്പർ എം ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ പോയിന്റ് എക്സം ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സം is
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേമാതിരി നമ്മൾ ഇനി ഇവിടെ പറയണം, നമ്മൾ എന്തപ്പെടുത്ത് എഫ് നോട്ട് ബൗണ്ടഡ് ഓൺ ഐ എന്നെടുത്തു കഴിഞ്ഞാൽ ഇതേ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എമ്മിന് പകരം ക്യാപിറ്റൽ ലെറ്റർ എമ്മിന് പകരം വേറെ ലെറ്റർ വെച്ചിട്ടാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അതായത് സ്മാൾ ലെറ്റർ എൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇനി വേർഡ്സിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എഫ് നോട്ട് ബൗണ്ടഡ് ഓൺ ഐ ആണെന്ന്. അപ്പോൾ അതിന് നമ്മൾ തിയററ്റിക്കലി, അതായത് ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയാണ് for any n belongs to n, there exists a number xn belongs to I such that mod f of xn greater than n എന്ന് എഴുതി. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയത്. ഓക്കെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ആ സീക്വൻസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എക്സ് ഇസ് ഈക്വൽ ടു xn in I such that mod f of xn greater than n ആണെന്ന് പറയാം. ഓക്കെ, അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും there exists a sequence. അവിടെ ഒരു സീക്വൻസ് ഉണ്ട്. എവിടെയാണ് ആ സീക്വൻസ് ഉള്ളത്? there exists a sequence xn in I. ഐയിൽ ഒരു സീക്വൻസ് ഉണ്ട്. അത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാ പറയണത്? മോഡ് എഫ് ഓഫ് xn ഗ്രേറ്റർ ദാൻ n എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അസംഷൻ അല്ലെ, തിയറത്തിൻ്റെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐ എന്ന് പറയുന്ന ഇൻ്റർവെൽ, അതായത് ഐ ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ എടുത്തത്? ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയായിരുന്നു? ബൗണ്ടഡ് ആണെന്ന് അറിയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ, അപ്പോൾ നമുക്ക് ഐ ബൗണ്ടഡ് ആയാണ് ഐ ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു സീക്വൻസും എന്തേ ആയേ പറ്റൂ? ബൗണ്ടഡ് ആയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. Since I is bounded, then the sequence x is equal to xn is bounded. അങ്ങനെ ആയതുകൊണ്ട് xn എന്ന് പറയുന്ന സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരു തിയറം, നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചൊരു തിയറാണ് ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം. ആ തിയറം എന്താ പറയുന്നത്? എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഏതൊരു ബൗണ്ടഡ് സീക്വൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ബൗണ്ടഡ് സീക്വൻസിന് ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ കിട്ടിയത് എന്താ? ഐ ബൗണ്ടഡ് ആയതുകൊണ്ട് xn എന്ന് പറയുന്നത് എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. അപ്പോൾ അതിന് എന്തേ ഉണ്ടായേ പറ്റുള്ളൂ? അതിനൊരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായേ പറ്റുള്ളൂ. സോ അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഫ്രം ദ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം ദ സീക്വൻസ് എക്സ് ഇസ് ഈക്വൽ ടു xn ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നല്ലോ xn എന്ന് പറയുന്നത്, ഈ സീക്വൻസിന് ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ കൺവേർജൻറ്റ് സബ് സീക്വൻസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാണ്? എക്സ് എൻ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു xn എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഒരു സബ് സീക്വൻസ് ആക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് XNR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ് ലെറ്റ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു സീക്വൻസ് XNR ബി ദ സബ് സീക്വൻസ് ഓഫ് എക്സ് ദാറ്റ് കൺവേർജസ് ടു എ നമ്പർ എക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞത് എന്താ? നമ്മുടെ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയായിരുന്നു xn എന്ന് പറയുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്നതായിരുന്നു നമുക്ക്, അത് ബൗണ്ടഡ് ആയിട്ടുള്ള സീക്വൻസ് ആയിരുന്നു. സോ ഇതിന് എന്തുണ്ടായിരിക്കും? നമുക്കൊരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സബ് സീക്വൻസ് കൺവേർജൻറ്റ് ആണെന്ന് പറയണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് ടെൻഡ് ചെയ്യണം അല്ലേ, വിച്ച് ആ സീക്വൻസ് വിൽ ബി ടെൻഡിങ് ടു സം നമ്പർ എന്ന് പറയുന്നത്. സോ ഈ ഏത് നമ്പറിലോട്ടാണ് ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലോട്ടാണ് നമ്മുടെ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മളോട് പറയുന്നത് ഐ എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എന്തായിരുന്നു? ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഐ എന്ന് പറയുന്ന ഇൻ്റർവെൽ ബൗണ്ടഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഈ തൊട്ട് മുന്നേ വരെ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് ഐ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണെന്ന് കൂടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഐ ക്ലോസ്ഡ് ആണെന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് ഇനി പറയാണ് സിൻസ് ഐ ഈസ് ക്ലോസ്ഡ് ആൻഡ് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു XNR ഈസ് എ സീക്വൻസ് ഇൻ ഐ ആയതുകൊണ്ട്. ഓക്കെ, ഐ ക്ലോസ്ഡ് ആണ്, ഐയിലുള്ള ഒരു സീക്വൻസ് ആണ് നമ്മുടെ ഏത് സീക്വൻസ് XNR എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് അതിലുള്ള ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ്സും എന്തിൽ തന്നെ ഉണ്ടായിരിക്കണം, ഐയിൽ തന്നെ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഇത്ര കാര്യമാണ്. ഐ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഐയിലുള്ള ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നതും ആ ഒരു ഇൻ്റർവെല്ലിൽ ഉണ്ടായേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ പറയുന്നത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് എൻ ആർ ഇസ് എ സീക്വൻസ് ഇൻ ഐ, ദസ് ലിമിറ്റ് എക്സ് എൻ ആർ ഈസ് ഈക്വൽ ടു എക്സ് വിച്ച് ഇസ് ബിലോങ്സ് ടു ഐ. നമ്മളിത് എന്തുകൊണ്ടാണ് എഴുതിയത്? ഐ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സീക്വൻസ് എല്ലാം കൺവേർജ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ആ സീക്വൻസിൻ്റെ ലിമിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിലുണ്ടായേ പറ്റുള്ളൂ, ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിൽ ഉണ്ടായേ പറ്റുള്ളൂ. ആ ഒരു കാര്യമാണ് ഇത് പറഞ്ഞത് ലിമിറ്റ് എക്സ് എൻ ആർ ഇസ് ഈക്വൽ ടു എക്സ് വിച്ച് ബിലോങ്സ് ടു ഐ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കണ്ടീഷൻ വയ്ക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ അത് എഴുതിയതാണ്. നമുക്ക് ഐ എന്ന് പറഞ്ഞ് ക്ലോസ്ഡ് ആണ് എന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചിട്ടുള്ള കാര്യം വെച്ച് നമ്മൾ എഴുതാം. ഇനി നമ്മളൊക്കെ പറയണത് എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ന് പറയും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് എടുത്തിരുന്നത്? എഫ് ഫ്രം ഐ ടു ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞു അല്ലേ. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ഓൺ അല്ലേ, എഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എഫ് എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണ്. ഇൻ പെർട്ടിക്കുലർ നമ്മളൊരു പോയിന്റ് എടുത്തു എക്സ്. അപ്പോൾ ആ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ എന്താവും, എഫ് കണ്ടിന്യൂസ് ആയേ പറ്റുള്ളൂ അല്ലേ. അതായത് ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത്. ഇതാണ് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് ഞാൻ വരച്ചെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചില്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആർബിട്രറി ആയിട്ട് ഒരു എക്സ് ആക്സിസിൽ ഒരു പോയിന്റിന് എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റിലും ഈ ഫംഗ്ഷൻ എന്തേ ആവുള്ളൂ, കണ്ടിന്യൂസ് ആവുള്ളൂ. സോ അതാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് എന്ന് പറയാം. എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ലിമിറ്റ് എക്സ് എൻ ആർ ഈസ് ഈക്വൽ ടു എക്സ്. നമുക്കറിയുന്ന ഇക്വേഷൻ ആണ് അല്ലേ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും എന്നാണ്. ഓക്കെ, അപ്പം നമ്മുടെ കണ്ടീഷൻ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഒരു എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും ഒരു സീക്വൻസ് എക്സ് എൻ ആർ എന്ന് പറയുന്ന ഒരു സീക്വൻസ് കൺവേർജസ് ടു എക്സും ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സീക്വൻസ് എക്സ് എൻ ആർ ഉണ്ട്, അത് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമുക്ക് എന്താ കണ്ടീഷൻ, എഫ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനും കൂടിയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് എവിടത്തോട്ട് കൺവേർജ് ചെയ്യും, എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ എഫ് ഓഫ് എക്സ് എൻ ആർ എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യും എന്നുള്ളതിനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ലിമിറ്റ് എഫ് ഓഫ് എക്സ് എൻ ആർ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടി. അതായത് നമുക്ക് ലിമിറ്റ് ഉണ്ട് എന്ന്, ആ ഒരു ലിമിറ്റ് ഇതിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് കിട്ടിയില്ലേ. അതായത് ഞാൻ പറഞ്ഞില്ലേ എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ആ ഒരു സീക്വൻസില്ലേ എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്ന സീക്വൻസ് അതെന്തായിരിക്കണം, കൺവേർജൻറ്റ് സീക്വൻസ് ആയിരിക്കണം അല്ലേ. കൺവേർജൻ്റ് ആയതുകൊണ്ടല്ലേ അത് എഫ് ഓഫ് എക്സിലോട്ട് കൺവേർജ് ചെയ്തത്. ഓക്കെ, അതൊന്ന് വേർഡ്സിലെടുത്ത് എഴുതി എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അറിയുന്ന ഒരു റിസൾട്ടാണ് എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്നുള്ളൊരു റിസൾട്ട് നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എവരി കൺവേർജൻറ്റ് ഒരു റിസൾട്ടാണ്. എവരി കൺവേർജൻറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു കൺവേർജൻറ്റ് സീക്വൻസും ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയണം, അപ്പോൾ എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് നമുക്കൊരു കൺവേർജൻറ്റ് സീക്വൻസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഈ സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് എന്തേ ആയേ പറ്റുള്ളൂ, ബൗണ്ടഡ് സീക്വൻസ് ആയേ പറ്റുള്ളൂ അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ എന്താ കിട്ടിയത്, നമ്മൾ എടുത്തു വന്ന കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പം ഞാൻ പറയട്ടെ, നമ്മളിവിടെ പറഞ്ഞത്, ഇവിടെ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൻ, എഫ് ബൗണ്ടഡ് അല്ല എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അതായത് ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ഇൻ ഐ സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ എൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ആക്ച്വലി നമ്മളിവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്, നമ്മുടെ സീക്വൻസ് എഫ് ഓഫ് എക്സ് എൻ ആർ എന്ന് പറയുന്നത് നോട്ട് ബൗണ്ടഡ് എന്നാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ച് എഴുതിയത് കൊണ്ട് നമുക്ക് എന്താ വന്നത്, ഇതൊരു ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്തായി,
രണ്ടും കൂടി മാച്ച് ചെയ്യണില്ല അല്ലേ, അതായത് എന്തോ ഒരു പൊരുത്തക്കേട് നമുക്ക് വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ പറയുന്നത് ബട്ട് ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. എന്തിനാ കോൺട്രഡിക്ഷൻ ആവണേ, നമ്മൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത് അല്ലേ, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് സീക്വൻസ് എക്സ്, നമ്മളൊരു സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് തിയറത്തിൻ്റെ തുടക്കത്തിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചു. അവിടെ എന്തായിരുന്നു, എഫ് ഓഫ് എക്സ് എൻ ആർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എൻ ആർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ഫോർ ആൾ എൻ ബിലോങ്സ് ടു എൻ. അതായത് നമ്മൾ അവിടെ എഴുതി വെച്ചിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ എന്നായിരുന്നു. പക്ഷെ നമ്മളിവിടെ എക്സ് എൻ എൻ ആറിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ, സീക്വൻസ് എക്സ് എൻ ആർ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ മോഡ് എഫ് ഓഫ് എക്സ് എൻ ആർ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എൻ ആർ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ വന്നത്, നമ്മൾ അസ്യൂം ചെയ്ത കാര്യം അല്ലേ, അതായത് നമ്മൾ എന്താ ചെയ്തത്, എഫ് നോട്ട് ബൗണ്ടഡ് ഓൺ ഐ എന്നായിരുന്നു തുടക്കത്തിൽ അസ്യൂം ചെയ്തത്. അതായത് നമ്മൾ അങ്ങനെ എടുത്തു, ആ എടുത്ത നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തോന്നൽ എന്ന് പറയുന്നത് എന്തായിരുന്നു, തെറ്റായിരുന്നു. ആ ഒരു കാരണം നമ്മൾ പറഞ്ഞ കാര്യം തെറ്റായതുകൊണ്ടാണ് നമുക്കിവിടെ എന്ത് കിട്ടിയത്, ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. ഓക്കെ, അതാണ് പറയുന്നത് ദസ് ദ സപ്പോസിഷൻ ദാറ്റ് ദ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഈസ് നോട്ട് ബൗണ്ടഡ് ഓൺ ദ ക്ലോസ്ഡ് ബൗണ്ട് ഇൻ്റർവൽ ഐ ലീഡ്സ് ടു എ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു കോൺട്രഡിക്ഷൻ, അതായത് ഒരു പൊരുത്തക്കേട്, നമ്മളെടുത്ത കാര്യങ്ങൾ തമ്മിലൊക്കെ എന്തൊക്കെയോ ബന്ധമില്ലായ്മ വന്നത്. അതുകൊണ്ട് നമുക്ക് എന്തേ പറ്റുള്ളൂ, ഹെൻസ് എഫ് ഈസ് ബൗണ്ടഡ് ഓൺ ഐ, അതുകൊണ്ട് എഫ് എന്തായേ പറ്റുള്ളൂ, ബൗണ്ടഡ് ഓൺ ഐ ആയേ പറ്റുകയുള്ളൂ. ഓക്കെ, അത്രയായിരുന്നു നിങ്ങളുടെ ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെ ഒന്ന് കേൾക്കുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊന്ന് എഴുതി പഠിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് പ്രൂഫ് എഴുതാൻ കിട്ടുകയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഈ തിയറം, ഇപ്പോൾ ഈ ഒരു തിയറം നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തിയറം നമുക്കൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0 to π എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ എടുത്തു. ഓക്കെ, ഇനി ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തു. ഈ എഫ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എവിടെ നിന്ന് മുതൽ എവിടം വരെ ചോദിച്ചാൽ 0 π to ആറിലോട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓൺ ഐ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്താ പറയാൻ പറ്റുക, സൈൻ എക്സ് ഈസ് ബൗണ്ടഡ് ഓൺ ഐയിൽ ബൗണ്ടഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്, നമ്മുടെ സൈൻ എക്സിൻ്റെ ഗ്രാഫ് 0 to π എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മുടെ ഈ സൈനിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇങ്ങനെയാണ് അല്ലേ. ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ, 1, മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ, -1. അതായത് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. അതായത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ, മോഡ് സൈൻ എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. അതായത് ഈ സൈൻ എക്സിന് നമ്മൾ എഫ് ഓഫ് എക്സ് എന്നല്ല വിളിച്ചത്, അപ്പോൾ മോഡ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ M1 എന്താണ്, 1 ആണ് നമ്മുടെ എം. അതുകൊണ്ട് നമ്മുടെ ഈ ഫംഗ്ഷൻ എന്താണ്, ബൗണ്ടഡ് ആണ്. ഓക്കെ, അതായത് ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ശരിയായത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമ്മൾ എടുത്ത ഇൻ്റർവെൽ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലും ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെല്ലിൽ എന്തായിട്ട് മാറിയത്, ബൗണ്ടഡ് ആയിട്ട് മാറിയത്. ഓക്കെ, അതാണ്, അങ്ങനെയാണ് ഈ തിയറത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പഠിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയുക, ബോൾസാന-വെയർസ്ട്രാസ് തിയറി അറിയണം. എവരി ബൗണ്ടഡ് സീക്വൻസ് എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. ആ ഒരു കണ്ടീഷൻ എവരി ബൗണ്ടഡ്, ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയി എന്നൊരു ഡൗട്ട്. എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ഓക്കെ, അതും അടിവരെ ഇട്ടിട്ട് പഠിക്കണം. പിന്നെ എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ അതായത് ഇങ്ങനെയാണ്, എവരി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ എല്ലാ ബൗണ്ടഡ് സീക്വൻസിനും ഒരു കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടായിരിക്കും. അത്രയും നിങ്ങൾ ഓക്കെ, അത് മതി. ഇനി നമുക്ക് ഞാൻ ഇന്നലെ എപ്പോഴും പറയുന്ന കാര്യത്തിൽ പറഞ്ഞിരുന്നു 1/x, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫായിരുന്നു. അപ്പം നമ്മൾ 1/xൻ്റെ കാര്യങ്ങൾ ഇന്നലെ അബ്സല്യൂട്ട് മാക്സിമം, അബ്സല്യൂട്ട്
മിനിമത്തിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞിരുന്നു. അതേമാതിരി നമ്മൾ ഈ 1/xൻ്റെ കാര്യങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടീസിൽ കൂടി അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയണതാണ്, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് നെസസറിലി ബൗണ്ടഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ഷോ ദാറ്റ് എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് നെസസറിലി ബൗണ്ടഡ്. എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷനും എപ്പോഴും ബൗണ്ടഡ് ആയിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബൗണ്ടഡ്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാ എടുക്കണേ, f(x) = 1/x എന്ന് പറയുന്ന ഗ്രാഫാണ് എടുക്കുന്നത്. ഓക്കെ, അത് നമ്മൾ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഓൺ ദ സെറ്റ് 0 to ഇൻഫിനിറ്റിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് പറയുമ്പോഴും നമ്മൾ അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കുക. റിയൽ ഒക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഇൻ്റർവെൽ ഏതായിരിക്കും? ഇത് x ആക്സിസ് ആണെങ്കിൽ 0 to ഇൻഫിനിറ്റി ഇതിങ്ങനെ പോകണം അല്ലേ. അപ്പോൾ ഇതിൽ നമ്മുടെ ഗ്രാഫ് f(x) = 1/xൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാണ് വരയ്ക്കുന്നത് അല്ലേ. ഇങ്ങനെ ഗ്രാഫ് പോവുക. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് വിത്തൗട്ട് ബ്രേക്ക്, കൈ എടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിത് എന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലേ. ഇപ്പം നമ്മുടെ ഈ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഇത് എന്തല്ല, f(x) എന്ന് പറയുന്നത് അതായത് ഈ a എന്ന് പറയുന്ന സെറ്റ്, നമ്മുടെ ഏതാണ് a എന്ന് പറയുന്ന സെറ്റ്? 0 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റിൽ എന്തല്ല? ബൗണ്ടഡ് അല്ല. ഓക്കെ, ഇനി ഇതേമാതിരി തന്നെ ഞാൻ ഇതിനെ 0 to 1 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 0 to 1ലും എന്തല്ല? ബൗണ്ടഡ് അല്ല. ഓക്കെ, എന്തല്ല? f(x) = 1/x എന്ന് പറയുന്നത് നോട്ട് ബൗണ്ടഡ് എന്നാണ്. ഇനി നമ്മൾ f(x) = 1/x എന്ന് പറയുന്നത് ബൗണ്ടഡ് വെൻ വി റെസ്ട്രിക്റ്റഡ് ടു ദ സെറ്റ് c = 1 to ഇൻഫിനിറ്റി. 1 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ f(x) എന്തായിരിക്കും? ബൗണ്ടഡ് ആയിരിക്കും. അതായത് ഗ്രാഫ് നോക്കിക്കേ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇപ്പോൾ 1 to ഇൻഫിനിറ്റി, 1 to 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഇവിടെ ആയിരിക്കും 1ൽ നിന്ന് നമ്മൾ ഇൻഫിനിറ്റിയിലോട്ട് വരികയാണ്. അടുത്ത പോയിന്റ് 1ൽ f(1) എന്തായിരിക്കും? f(1)ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/1 = 1 അല്ലേ. ഇപ്പോൾ ഇവിടെയാണ് 1 എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ആയിരിക്കും 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഗ്രാഫ് പോകും അല്ലേ. അപ്പോൾ ഇവിടെ ബൗണ്ടഡ് ആണ് അല്ലേ. അതായത് നമുക്ക് ഇവിടുന്ന് എഴുതിക്കൂടെ, മാക്സിമം ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ഏതേ വരുള്ളൂ? f(x) = 1/x എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 വരുള്ളൂ. സോ നമുക്ക് f(x) എന്ന് പറയുന്നത് mod f(x) <= 1 എന്ന് പറയാൻ പറ്റും. ഏതൊരു ഇൻ്റർവെല്ലിലാണ് പറയാൻ പറ്റുക? 1 to ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർവെല്ലിലാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഈവൻ ദോ ദ സെറ്റ് C ഈസ് നോട്ട് ബൗണ്ടഡ്. നമ്മുടെ ഈ സെറ്റ്, അതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഈ C എന്ന് പറയുന്ന സെറ്റ് എന്തല്ല? ബൗണ്ടഡ് അല്ല. ഇതെന്ന് പറയുന്നത് ബൗണ്ടഡ് അല്ല. ഓക്കെ, എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, f(x) = 1/x എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓൺ ദ സെറ്റ് 1 to ഇൻഫിനിറ്റി ആണ്. ഈ 1 to ഇൻഫിനിറ്റി എന്തല്ല? അവിടെ ബൗണ്ടഡ് സെറ്റ് അല്ല. അതാണ് C ഈസ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറം പഠിക്കുക. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദിസ് തിയറം എന്ന് ചോദിക്കാം. അപ്പോൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റി പറയുന്ന കാര്യങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. അതിനുശേഷം ഈ ഒരു റിമാർക്ക് പഠിക്കുക. അപ്പോൾ ഇവിടെ ആയിരിക്കും എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് നെസസറിലി ബൗണ്ടഡ് എന്നാണ്. അത് മനസ്സിൽ എപ്പോഴും ഓർത്തു വയ്ക്കുക. എവരി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് നോട്ട് നെസസറിലി ബൗണ്ടഡ് എന്നുള്ള കാര്യം അതിനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. f(x) = 1/x എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ പറഞ്ഞാൽ പോലെ നമ്മൾ ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് കൂടി പറയണം. എവിടെയാണ്? അതായത് ദ ഫംഗ്ഷൻ f(x) = 1/x ഓൺ ദ ഇൻ്റർവെൽ a = 0 to ഇൻഫിനിറ്റി, അല്ലെങ്കിൽ നമുക്ക് i = 0 to ഇൻഫിനിറ്റി, ഏത് ലെറ്റർ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ വെറും f(x) = 1/x എന്ന് എഴുതി വെക്കരുത്. ഏത് ഇൻ്റർവെല്ലിലാണ് എന്നുള്ള കാര്യം കൂടി അവിടെ സ്പെസിഫൈ ചെയ്തിട്ട് പറയണം. ഓക്കെ, അത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്.